കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് എൻ്റെ മുടിയിലുണ്ടായിട്ടുള്ള മാറ്റം എൻ്റെ കൂടെയുള്ളവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാം. മുമ്പ് എനിക്ക് ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഹെയർ ആയിരുന്നു, മുടിക്ക് ഒട്ടും കട്ടി ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് കുറച്ച് മുടി വളർന്നിട്ടുണ്ടെങ്കിലും മുടി ഇങ്ങനെ കോഴിവാല് പോലെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു മുടിയായിരുന്നു. സ്വപ്നത്തിൽ പോലും ഒരു തവണ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ മുടി വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് റെമഡീസൊക്കെ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള രാത്രി ചെയ്യേണ്ട ഞാൻ ചെയ്തു വന്നിരുന്ന ഒരു ഹെയർ കെയർ ആണ് കേട്ടോ. ഇത് നമുക്ക് മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവ വേണം. അത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു ഫ്രൈ പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അങ്ങോട്ട് കരിച്ച് മൊരിച്ചെടുക്കുകയല്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് വരും, ഇങ്ങനെ മൊരിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇത് ഒരു കുഞ്ഞു മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഫൈനായിട്ടുള്ള പൊടിയൊന്നും ആവില്ല, എന്നിരുന്നാലും ഒരു പരിധി വരെ നമുക്കിത് നല്ല രീതിക്ക് തന്നെ പൊടിച്ചെടുക്കാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നിറച്ചും നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് രണ്ടാമതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ നിറച്ചും നമ്മുടെ കാസ്റ്റർ ഓയിൽ ആണ്. ആവണക്കെണ്ണ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാറ്റം നമ്മുടെ മുടിയിൽ തരും കേട്ടോ. മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നിരുന്നാലും ഇതൊരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയും ഈ ഒരു കാസ്റ്റർ ഓയിലിന് ഭയങ്കര തിക്നെസ് കൂടുതലാണ്, ഭയങ്കര സ്ട്രോങ്ങും ആണ്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്കിത് ഒരിക്കലും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ ഹെയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കാസ്റ്റർ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസും കൂടി വേണം കേട്ടോ. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസും അതേപോലെ തന്നെ നമ്മുടെ കാസ്റ്റർ ഓയിൽ നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്സിലും കിട്ടും കേട്ടോ. വിറ്റാമിൻ ഇ ഓയിൽ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തിനും പുരുകം വളരാൻ വേണ്ടിയിട്ടും കൂടെ വിറ്റാമിൻ ഇ ഓയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എണ്ണം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 എണ്ണം മാത്രം പൊട്ടിച്ച് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു 3 തരത്തിലുള്ള ഈ ഒരു എണ്ണകളും നമ്മൾ നല്ല രീതിക്ക് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ മുമ്പ് പൊടിച്ച് മാറ്റി വെച്ച നമ്മുടെ ഉലുവയുടെ പൊടി ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ നിറച്ചും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചൂടാക്കി എടുക്കണം. ഒരിക്കലും ഈ ഒരു ഓയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ചൂടാക്കി എടുക്കാൻ പോകുന്നില്ല. നമ്മളൊരു പാൻ വെച്ച് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു എണ്ണ ഇറക്കി വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അടുപ്പത്ത് വെച്ച് നമ്മുടെ എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒരുപാട് റിസൾട്ട് ഉണ്ട് കേട്ടോ. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്, എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചൂടാക്കിയെടുക്കുക. നമ്മൾ ഇറക്കി വെച്ച വെള്ളം നല്ല രീതിക്ക് തിളയ്ക്കും. അങ്ങനെ നമ്മൾ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണയും അതിൽ കിടന്ന് നല്ല രീതിക്ക് ചൂടായി വരും. അങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമ്മൾ ഇറക്കി വെച്ച എണ്ണ നല്ല രീതിക്ക് ചൂടാക്കി എടുക്കുക. ചൂടാക്കുന്ന സമയത്ത് നമ്മുടെ ഭയങ്കര തിക്കായിരുന്ന നമ്മുടെ ഈ ഒരു എണ്ണ ഭയങ്കര ഒരു ലൂസ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറും. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ബബിൾസ് ഇങ്ങനെ എണ്ണയിൽ പൊന്തി തുടങ്ങും. ആ ഒരു പരുവം അങ്ങനെ ആവുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടി വെക്കുക. ഇനി രാത്രി ചെയ്യേണ്ട ഹെയർ കെയർ ആണ്. നമ്മൾ രാവിലെ എത്ര തന്നെ മുടി അയച്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിലും രാത്രി നമ്മൾ മസ്റ്റായിട്ടും രാത്രികാല മുടി സംരക്ഷണം ചെയ്തേ മതിയാവുള്ളൂ. നിങ്ങൾ രാവിലെ മുഴുവനും മുടി അയച്ചിട്ട് രാത്രി വെറുതെ കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങളുടെ മുടി വളരാൻ പോകുന്നില്ല. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മാത്രമേ മുടി വളരുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും രാത്രി ഉറങ്ങുന്നതിനേക്കാളും മുൻപായിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ പല്ലകലുള്ള ഒരു ചീപ്പി എടുത്ത് നമ്മുടെ മുടി നല്ല രീതിക്ക് തന്നെ ആദ്യമേ ചീവി കൊടുക്കുക. നമ്മൾ പിന്നെ മെടഞ്ഞ് വെച്ചിരുന്ന മുടിയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ മുടി അഴിച്ചിടുമ്പോൾ അതിൽ ജട കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നല്ല രീതിക്ക് നമ്മൾ കോംബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് കോംബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇനിയുമേ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയിൽ ജട മുഴുവനായിട്ടും കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ആ ഒരു ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് രാത്രി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാത്രി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മുടെ മുടിയിലല്ല ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ സ്കാൽപ്പിലാണ്. സ്കാൽപ്പ് വേർതിരിച്ച് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഒരു വിരലിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഓരോ ലെയറുകളായിട്ട് തിരിച്ച് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈ നീരിറക്കമുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ അത് എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഉലുവയാണ്, തണുപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ ഒന്ന് ഇത് തട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. അത്
അതല്ലാതെ നമ്മൾ കോരി ഒഴിച്ചൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നീരിറക്കം പെട്ടെന്ന് വരുന്നുള്ളവരൊക്കെ നമ്മൾ നെറുകത്ത് എണ്ണ വെക്കാതിരുന്നാൽ മതി. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിക്ക് ഈ ഒരു ഹെയർ ഓയിൽ ജസ്റ്റ് വിരലിൽ ഡിപ്പ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നല്ലൊരു മസാജും കൂടെ നമ്മുടെ സ്കാൽപ്പിന് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ സ്കാൽപ്പിൽ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കാൽപ്പ് മുഴുവനായിട്ടും തന്നെ ഈവണായിട്ട് സ്പ്രെഡ് ആവാനും നമുക്ക് ഈവൺ ആയിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് തരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഭാഗത്ത് ഹെയർ ഓയിൽ അപ്ലൈ ആവും, വേറൊരു ഭാഗത്ത് ആവില്ല. അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ഹെയർ ഗ്രോത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടില്ല. പക്ഷേ നമ്മളിങ്ങനെ മസാജിങ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ഹെയർ ഓയിൽ എല്ലായിടത്തും അപ്ലൈ ആവാനും നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇൻവേഷൻ മെത്തേഡിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കറക്റ്റ് ഒരു 2 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടു തുടങ്ങും. പിന്നെ നമുക്ക് അങ്ങോട്ട് ചെയ്ത് തുടങ്ങും നമ്മൾ. കാരണം മുടി വളരാതിരുന്ന സ്ഥാനത്ത് മുടി വളർന്ന് വരുമ്പോൾ നമുക്ക് കോൺഫിഡൻറ്റ് കൂടും. നമ്മൾ പിന്നെ കറക്റ്റായിട്ട് ചെയ്തു തുടങ്ങും. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു വട്ടം ഒരു നല്ലൊരു ഹെയർ പാക്കൊക്കെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുമേ നല്ലത്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കെട്ടുപിട്ടിട്ടുണ്ടാവും. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിക്ക് വീണ്ടും കോംപ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ രാത്രി മുടി കെട്ടി വെക്കേണ്ട രീതിയാണ്. ഒരിക്കലും നിങ്ങൾ മുടി വിരിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പാടില്ല. മുടി നല്ല രീതിക്ക് കോംപ് ചെയ്ത് ഇതേപോലെ കെട്ടി വയ്ക്കുക. ഒന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ പിന്നി മെടഞ്ഞ് വയ്ക്കുക. ടൈറ്റായിട്ട് ഒരിക്കലും പിന്നി മെടയരുത്. വളരെ ലൂസായിട്ടുള്ള രീതിയിൽ പിന്നി മെടഞ്ഞ് വയ്ക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ ബൺ ചെയ്ത് വയ്ക്കാം. ടൈറ്റായിട്ട് ബൺ ചെയ്യാതിരിക്കുക. ഒരിക്കലും അഴിച്ചിടാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കംഫർട്ടബിൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോൾ മുടി കെട്ടിവെക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ കെട്ടിവെക്കുക. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ പിന്നി മെടഞ്ഞിടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിൽ പിന്നി മെടഞ്ഞിട്ടാണ് കിടക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് എന്നും നമ്മുടെ രാത്രികാല മുടി സംരക്ഷണം ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര മുടി വളരാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടി മുടി വളരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ രാത്രി ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ രാവിലെ ചെയ്യണതിനേക്കാളും രാത്രി ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ നമ്മുടെ മുടിയിൽ എഫക്റ്റ് ചെയ്യുക. കാരണം രാവിലെ നമ്മൾ പല ഭാഗത്തും പോകും. രാത്രിയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയമാണ്. ആ ഒരു സമയത്താണ് നമുക്ക് ഹെയർ ഗ്രോത്തും ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ രാവിലെ മുടിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ രാത്രി നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ഹെയർ കെയർ ചെയ്യുന്നത് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.